ഒരു കമ്പനിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ടന്റ് ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ സുഹൈല ഹാഷിം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് അക്കൗണ്ടിംഗ്. മോസ്റ്റ് ഓഫ് ദി ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് HR-നും മാർക്കറ്റിങ്ങിനും സെയിൽസിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും. അക്കൗണ്ട്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. അവർ ചിന്തിക്കും അക്കൗണ്ട്സ് അല്ലേ, അത് ഞാൻ മാനേജ് ചെയ്തോളാം, അതെല്ലാം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. റൈറ്റ് ആയിട്ടൊരു അക്കൗണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ അതെല്ലാം ഫണ്ടൊക്കെ എവിടെ വന്നു എവിടെ പോയി എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു നല്ലൊരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുന്നത് തന്നെയാണ്. അതായത് സ്കിൽഡ് ആയിട്ട് ശരിക്കും സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന അക്കൗണ്ടന്റിനെ മസ്റ്റ് ആയിട്ട് ഹയർ ചെയ്യണം. അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ബാക്ക് ബോൺ ആണ്. ഒരു ബിസിനസ്സിൽ എന്ത് വരുന്നു അതുപോലെ എന്ത് പോകുന്നു എല്ലാം ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷന് റെക്കോർഡ് ചെയ്യുന്നത് ഒരു അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ്സിന് ലോങ് റണ്ണിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇൻ ബിറ്റ്വീൻ തന്നെ അവർക്ക് ക്ലോസ് ചെയ്ത് പോകേണ്ടി വരും. കാരണം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഒരു ട്രാൻസാക്ഷന്റെ ട്രാക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക. സോ അക്കൗണ്ടിങ് എന്ന സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. സോ അക്കൗണ്ടിങ് എന്ന റൈറ്റ് സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്പനീസിലൊക്കെ ജോലി സാധ്യതകളുണ്ട്. ഇന്ത്യയിലാണെങ്കിലും എബ്രോഡിലാണെങ്കിലും അക്കൗണ്ടൻസിന് വളരെയധികം ജോലി സാധ്യതകളാണ് ഉള്ളത്. എന്ന് വെച്ച് നിങ്ങൾ ചുമ്മാ ഒരു BCom-ഓ MCom-ഓ പഠിച്ചുകൊണ്ട് അക്കൗണ്ടന്റ് ആവില്ല. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അക്കൗണ്ടൻസി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലൈക്ക് എക്സൽ, ഗൂഗിൾ ഷീറ്റ്, ടാലി, ഇൻകം ടാക്സ്, GST ഇതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ബിസിനസ് അനാലിറ്റിക്സ്. അതായത് കമ്പനിയുടെ ഡാറ്റാസ് വെച്ചിട്ട് പ്രീവിയസ് ഇയേഴ്സിന്റെ ഡാറ്റാസ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇത്രയും സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അക്കൗണ്ടന്റ് ആയിട്ട് ജോബ് ചെയ്യാം. പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് അനാലിസിസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അക്കൗണ്ടന്റ് ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ട കംപ്ലീറ്റ് വർക്കും പഠിക്കും. അതുപോലെ തന്നെ ഈ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വൺസ് യു ലേൺ ദ സ്കിൽ യു ക്യാൻ വർക്ക് ആസ് എ സ്റ്റാഫ് അക്കൗണ്ടന്റ്, സീനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ടിംഗ് മാനേജർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഓഡിറ്റർ, ടാക്സ് കൺസൾട്ടന്റ്, കൺട്രോളർ, ചീഫ് ഫിനാൻസ് ഓഫീസർ, അങ്ങനെ പല ജോലികളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ സാലറി പാക്കേജും വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങളൊരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് 20,000 മേലൊക്കെ സാലറി കിട്ടും. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ 50 to 1 lakh വരെ ഒക്കെ സാലറി പോകും. ഈ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ജോലിയില്ല എന്നൊരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യില്ല. കാരണം നമ്മുടെ ചുറ്റും തന്നെ പല കമ്പനീസ് ഉണ്ട്. എല്ലാ കമ്പനീസിലും കോമൺ ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. സോ ഈ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ അവിടെ സ്കിൽഡ് ആയിട്ടുള്ള അക്കൗണ്ടന്റ് വേണം. സോ നിങ്ങൾക്കുള്ള ജോലി സാധ്യതകളും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി പാക്കേജും definitely attractive ആയിരിക്കും. So if you want to know more about professional accounting and business analysis, you can contact the below number. I'll be there to help you. Thanking you, Suhayla Hashim. Take care. Bye-bye.